ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി. ഞാൻ ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ മെമ്പറാണ്. നമ്മുടെ ക്രിപ്റ്റോ ബേസിക് സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ക്യാൻഡിൽസിൻ്റെ ഏറ്റവും ബേസിക്സിനെ പറ്റിയാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർബോസോ ക്യാൻഡിലിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കാം. നമ്മളൊരു ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് ക്യാൻഡിൽസിനെ പറ്റി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്യാൻഡിൽസ് ഉണ്ട്. മർബോസോ ക്യാൻഡിൽ, ഹാമർ ക്യാൻഡിൽ, എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഇങ്ങനെ ഒരുപാട് ക്യാൻഡിൽസ് മാർക്കറ്റിലുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാൻഡിലാണ് മർബോസോ ക്യാൻഡിൽ എന്നുള്ളത്. മർബോസോ ക്യാൻഡിൽ മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മാർക്കറ്റ് ഒരു മുകളിലേക്കാണ് അല്ലെങ്കിൽ ബൈയിങ് സോണിലേക്കാണ് പോകുന്നതെങ്കിൽ മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ട്രെൻഡ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴത്തേക്കാണെങ്കിൽ ഒരു ബെയറിഷ് മർബോസോ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ മർബോസോ ക്യാൻഡിൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വിക്ക് കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ ഷാഡോ കാണാനുള്ള പോസിബിലിറ്റി വളരെയേറെ കുറവാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ വിക്ക് മാത്രമേ മാർക്കറ്റിൽ ഫോം ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള ക്യാൻഡിൽസാണ് നമ്മൾ മർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽ ഇപ്പോൾ മുകളിലേക്കാണെങ്കിൽ ബൈയിങ് പ്രഷർ വളരെയേറെ കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് മൂവാനുള്ള പോസിബിലിറ്റി ആണെങ്കിൽ അവിടെയും സെല്ലിംഗ് പ്രഷർ വളരെയേറെ കൂടുതലായിരിക്കും. നമ്മൾ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ബുള്ളിഷ് മർബോസോ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ വിക്ക് വളരെയേറെ കുറവാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ചെറിയ ഡിപ്പ് താഴത്തേക്ക് വന്നതിന് ശേഷം അഗ്രസീവായിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് ഫോം ചെയ്തു. നോക്കി, ഇവിടെ മുകളിൽ ജസ്റ്റ് ഒരു ചെറിയ ഒരു മൈന്യൂട്ട് വിക്ക് മാത്രമേ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കും, മാർക്കറ്റ് താഴത്തേക്ക് വന്നതിന് ശേഷം ഒരു അഗ്രസീവ് ബൈയിങ് നടന്നു. ഇവിടെ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽസ് വിക്ക് പോലും അധികം ഫോം ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ക്യാൻഡിൽസാണ് നമ്മൾ മർബോസോ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഈ മർബോസോ ക്യാൻഡിൽ മാർക്കറ്റ് ഇതിപ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിമിലാണ് ക്യാൻഡിൽസ് ഓൾറെഡി നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നോക്കിയേ, അതിനുശേഷം മാർക്കറ്റ് ഒരു അഗ്രസീവ് മൊമെൻറ്റമാണ് മാർക്കറ്റ് നടന്നിരിക്കുന്നത്. മാർക്കറ്റ് ഏകദേശം ഒരു 28% അല്ലെങ്കിൽ 20% മാർക്കറ്റ് എന്ത് ചെയ്തു, അഗ്രസീവായിട്ട് മൂവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബിറ്റ്കോയിനിൽ ഏകദേശം ഒരു 14,000 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തു. 14,000 പോയിന്റ് എന്ന് പറയുമ്പം ഒരു വളരെ വലിയ പോയിന്റാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഫോം, നമ്മൾ ക്യാൻഡിലിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നമുക്ക് നല്ലൊരു ട്രേഡ്സ് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ബെയറിഷ് മർബോസോ ക്യാൻഡിൽസും ഫോം ചെയ്യാറുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഈ ഫോം ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ബെയറിഷ് മർബോസോ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ബെയറിഷ് മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് ഫോളോ ആയിരിക്കുകയാണ്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയും ചെറിയ നാരോ വിക്കാണ് മാർക്കറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നാരോ ഷാഡോയാണ് മാർക്കറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇനിയും എന്ത് ചെയ്യും, പോസിബിലിറ്റി മാർക്കറ്റ് ബെയറിഷ് സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കുന്ന എൻട്രീസ് അല്ലെങ്കിൽ ഇനി സെൽ സൈഡിലേക്കുള്ള പ്ലാനുകൾ മാത്രം നോക്കാൻ സാധിക്കും. അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ടാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത്. ഒരു ചെറിയൊരു ക്യാൻഡിൽ മാത്രമാണ് ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ബാക്കി മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് ഫോളോ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഏകദേശം ഒരു 20% മുകളിൽ മാർക്കറ്റ് താഴത്തേക്ക് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. 25% മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15,000 പോയിന്റ് അടുത്ത് മാർക്കറ്റ് മൂവ്. 15,000 പോയിന്റ് എന്ന് പറയുമ്പോൾ ബിറ്റ്കോയിനെ സംബന്ധിച്ചൊരു വളരെ വലിയ പോയിന്റാണ്. അപ്പം ഇതേപോലെ ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ്സ് എടുക്കാനും അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ്സ് പ്ലാൻ ചെയ്യാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ്സുകൾ നോക്കാവുന്നതാണ്. അതിനർത്ഥം നമ്മൾ ക്യാൻഡിൽസ് മാത്രം നോക്കിയല്ല ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ ക്യാൻഡിൽസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങൾ ട്രേഡിംഗ് ഒരു പ്രൊഫഷണൽ കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്യാൻഡിൽസിനെ പറ്റി പഠിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചിരിക്കുന്നത് മർബോസോ ക്യാൻഡിലിനെ പറ്റിയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ക്യാൻഡിലുമായി വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.